കുട്ടിക്കാലം തൊട്ടേ ഉയരങ്ങൾ സ്വപ്നം കണ്ട പെൺകുട്ടി, അതാണ് അമേലിയ ഇയർഹാർട്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിനു കുറുകെ ആദ്യമായി നിർത്താതെ ഒറ്റയ്ക്ക് വിമാനം പറത്തിയ പെൺകരുത്ത്. ഒരു അമേരിക്കൻ വൈമാനികയും എഴുത്തുകാരിയുമായിരുന്ന അമേലിയ മേരി ഇയർഹാർട്ട് 1897 ജൂലൈ 24 അമേരിക്കയിലെ കാൻസാസിലുള്ള അച്ചിങ്സൺ എന്ന സ്ഥലത്ത് ജനിച്ചു. അറ്റ്ലാന്റിക് മഹാസമുദ്രം ഏകയായി കടന്നു പറന്ന ആദ്യ വനിതയായി അവർ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു. നിരവധി വ്യോമയാന റെക്കോർഡുകൾ സ്ഥാപിച്ചതോടൊപ്പം വനിതാ പൈലറ്റുമാരുടെ അവകാശങ്ങൾക്കായി അവർ പ്രബോധനം നടത്തി. 1935 ഹവായിയിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് ഏകയാത്രയായി പറന്ന ആദ്യ വ്യക്തിയായി, കൂടാതെ വനിതാ പൈലറ്റുമാരുടെ സംഘടനയായ 99 സ്ഥാപിച്ചു. ഇത് ഇന്ന് വരെ സജീവമാണ്. തൻ്റെ അനുഭവങ്ങൾ കുറിച്ച് പുസ്തകങ്ങൾ എഴുതുകയും വ്യോമയാന പ്രചാരണത്തിനായി പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഏവിയേഷൻ മേഖലയിൽ ഒട്ടനവധി റെക്കോർഡുകൾ സ്ഥാപിച്ചു. നാഷണൽ വിമൻസ് പാർട്ടിയിൽ അംഗമായിരുന്ന അമേലിയ, വനിതകൾക്ക് തുല്യാവകാശം ഉറപ്പു നൽകുന്ന ഈക്വൽ റൈറ്റ്സ് അമെൻമെന്റ് എന്ന ഭരണഘടന ഭേദഗതിയുടെ ആദ്യ വക്താക്കളിൽ ഒരാളായിരുന്നു. 1937 ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുക എന്ന ദൗത്യവുമായി ഇലക്ട്ര 10E വിമാനത്തിൽ യാത്ര തിരിച്ച അമേലിയ പസഫിക് മഹാസമുദ്രത്തിൽ ഹൗലാൻ ദ്വീപിനു സമീപം അപ്രത്യക്ഷയായി. അനവധി തിരച്ചിലുകൾ നടത്തിയെങ്കിലും അവരെയോ അവരുടെ വിമാനത്തെയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ ജീവിതത്തെ ആസ്പദമാക്കി 2009 പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് അമീലിയ. മീര നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഹിലാങ്കി സാങ് അമീലിയയുടെ വേഷം ചെയ്തു. അമീലിയ സൃഷ്ടിച്ച മറ്റു റെക്കോർഡുകൾ: 1922 ഏറ്റവും ഉയരത്തിൽ പറന്ന വനിത, 1928 വിമാനത്തിൽ ആദ്യമായി അറ്റ്ലാന്റിക്കിന് കുറുകെ യാത്ര ചെയ്ത വനിത, 1929 1930 ഏറ്റവും വേഗത്തിൽ പറന്ന വനിത, 1931 ഓട്ടോ ജൈറോ പറത്തിയ ആദ്യ വനിത, 1932 തനിയെ നിർത്താതെ അറ്റ്ലാന്റിക്കിന് കുറുകെ പറന്ന ആദ്യ വനിത, 1935 തനിയെ ഹവായ് ദ്വീപുകളിൽ നിന്ന് അമേരിക്കയിലേക്ക് പറന്ന ആദ്യ വ്യക്തി, 1935 മെക്സിക്കോ സിറ്റിയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് പറന്ന വേഗത്തിന്റെ റെക്കോർഡ്, കൂടാതെ തനിയെ മെക്സിക്കോ സിറ്റിയിൽ നിന്ന് ന്യൂ ജേഴ്സിയിലേക്ക് പറന്ന ആദ്യ വ്യക്തി. ഇത്തരത്തിൽ ഒട്ടനവധി റെക്കോർഡുകൾ അമീലിയയ്ക്ക് സ്വന്തമാണ്.